ചെറുപ്പത്തേക്ക് ടോപ്പ് ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചെറുപ്പത്തോ അതെ നിങ്ങൾ ഇവിടെ ഉണ്ടോ ഉണ്ടോ ശരിക്കുണ്ടോ ഹലോ നമ്മളുണ്ട് ഹലോ നിങ്ങൾ ഹലോ നമ്മളുണ്ടോ ഓക്കെ അപ്പൊ കാണാൻ കാണുണ്ടോ കാണാൻ പോകുമ്പോൾ ഞാനുള്ളത് ആ സിറ്റിന്ന് കണ്ടോളൂ എല്ലാവരും ഏൽപ്പിക്കുന്ന നല്ല മമ്മി പറയുന്നത് പറഞ്ഞല്ലോ അവര് ഹലോ മമ്മി തോന്നുന്നില്ല നിങ്ങൾ പറയില്ലേ ആണോ അല്ല അവർ പറഞ്ഞില്ലേ ഇവിടെ ഞാൻ ഐശു വന്നപ്പോ ഓരോ കുഞ്ഞിന്റെ ചെറുപ്പക്കാരുടെ ഡയലോഗാണ് പക്ഷെ വേറെ ടീച്ചർ അക്ഷരത്തിൽ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ അതായത് ഞങ്ങളിപ്പോ കുറെ തിയേറ്റേഴ്സിലായിട്ട് പോകുന്നു ഒരുപാട് ഫാമിലി ഇരിക്കുന്നത് കാണുന്നുണ്ട് ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നത് കാണുന്നു അതായത് ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നതാ ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം ഈ ലൈനില്ല പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഞങ്ങൾക്ക് 6 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് കാരണം ഈ സിനിമ ഒറ്റയ്ക്കെടുത്ത ശരിയാവില്ലെന്ന് മനസ്സിലായിട്ട് 6 പേര് അതിലൊരാളാണ് സജിൻ ഒരുപാട് കാശിട്ടിട്ടുണ്ട് ഈ സിനിമയില് ഇദ്ദേഹമാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് വൈശാഖ് എന്നാണ് പേര് ആദ്യത്തെ പടമാണ് കേട്ടോ അപ്പൊ എല്ലാവരും കാണണം ഭാഗത്തിന് വേണ്ടിട്ട് ഈ ഭാഗത്തിന് വേണ്ടിട്ട് ഇത് രമണിയുടെ ചേച്ചിയാണ് വകുപ്പൻ എന്റെ അമ്മായിയമ്മയായിട്ട് വരും ഈ സിനിമയില് ഭൂമിയുടെ മദറാണ് പക്ഷെ പുള്ളിക്കാട്ടിന് അത്ര പ്രായമൊന്നുമില്ല പാവം ചെറുപ്പക്കാരിയായ അമ്മ അല്ലെ അത് വളരെ ചെറുപ്പക്കാരി പക്ഷെ അമ്മയാക്കി കിട്ടാനുള്ള അറിയാലോ അല്ലേ ഇദ്ദേഹമാണ് സാൻജോ ജോസഫ് സാലിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള് സാലിനിയുടെ എഴുത്തുകാരനാണ് ഈ പടം ഹലോ മമ്മിയുടെ എഴുത്ത് പുള്ളിയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അശ്വിൻ കോക്കിന്റെ റിവ്യൂ കണ്ടവരുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ നന്നായിട്ടൊന്ന് നോക്കിക്കോ ഇത് പിന്നെ പരിചയപ്പെട്ടല്ലോ ഇതാണ് എന്റെ ബോണി പാട്ടൊക്കെ ഇടാൻ തുടങ്ങിയവർ നിന്നെ ഇത് അടുത്തൊരു പ്രൊഡ്യൂസറാണ് സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടറാണ് രാഹുൽ ഇത് സിനിമയിലെ അറിയാനായിട്ട് വരും എന്റെ അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിലാണ് നിങ്ങൾക്കായിട്ടുള്ള ഫിലിമാണ് എൻജോയ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ കൂടെ ഉണ്ട് എന്താണ് പ്രൊഡ്യൂസേഴ്സുമാരുടെ എങ്ങനെയാണ് നമുക്ക് അത് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് കാണാത്തവർ കാണാൻ സബ്ജക്ട് ചെയ്യാം താങ്ക് യു അല്ല നിങ്ങൾക്ക് നമുക്ക് ഇനി ചോദിക്കാനുണ്ട് ഷർഫുക്കാം അപ്പൊ ഞങ്ങളിവിടെ പറയുമായിരുന്നു സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും ഷർഫുക്കിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ഹീറോ വേഷത്തില് അതും ഒരു ഹ്യൂമറസ് ഹീറോ ആയി വന്നിരിക്കുന്നത് ഒരു പേടി അതുപോലെ തന്നെ ചിരിയും അത് ഓരോ ലെവലിൽ അവർ വീണ്ടും പോകാതെ പ്രസന്റ് ചെയ്യാനുള്ള ചില കാര്യമില്ല ഹൗ യു ഗോൾ അല്ല ധോണി ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ കഥ കേട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നുണ്ട് അമ്മ കഥ പറഞ്ഞതാണ് അപ്പൊ എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം ഈ ധോണിയുടെ സാഹചര്യങ്ങളാണ് അപ്പൊ അത് കണ്ട് എല്ലാവരും കണ്ട് സിനിമ കണ്ട് തന്നത് മനസ്സിലാക്കണം എന്ന് പറയാമല്ലോ നിങ്ങള് എന്താ പറയാ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി എന്റർടൈനർ ആവാണ് ശരിക്കും പറഞ്ഞ ഫാമിലി കുട്ടികൾക്ക് ഇതൊരു ഹൊറർ ഫാമിലി സിനിമയാണെന്ന് പറയുന്ന കുട്ടികൾ ആക്ച്വലി ഒരു സ്ഥലത്തൊരു ജംസ്കെയർ ഒരു പേടിപ്പിക്കുന്നില്ല സിനിമയുടെ വളരെ നന്നായിട്ടുള്ള പാട്ടിലാണ് നിൽക്കുന്നത് അതൊരു ഫാന്റസി മൂടാണ് സിനിമയ്ക്കുള്ളത് അപ്പൊ പറ്റില്ല എല്ലാവരും കാണാം താങ്ക് യു
തൊട്ടതിന്റെ അതെ പ്രശ്നമായിരുന്നു കാര്യം രോഗമാണ്. അപ്പൊ അതേപോലെയാണ് വളരെ എന്താ പറയുക മമ്മിയുടെ പൊന്നോടുമായിട്ടുള്ള സ്റ്റെപ്പിലാണ് ഞാൻ ആക്ച്വലി ഇങ്ങനെ പരിപാടികളാണ് ഉണ്ടാകും വിചാരിച്ചില്ല. എനിക്ക് ഭയങ്കര സംഭവമാണ് നിങ്ങള് ഇവര് കൂടുതലായിട്ട് നമുക്ക് പോയത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റെപ്പ് ആക്ച്വലി അവർ അമ്മാമകൾ ബന്ധമൊക്കെ നമ്മൾ കണ്ടിട്ട് ദിവസമായിട്ടോ അല്ല സിനിമകള് ഭയങ്കര സ്ട്രോങ് ാണ്. അപ്പൊ അതിലൊരു സിനിമയാണ് ഹലോ മമ്മി വിച്ച് ഇസ് വൈ ഫാമിലി ഓഡിയൻസ് ആർ ലൈക്കിംഗ് ഇറ്റ്. സോ അബൌട്ട് സ്റ്റെഫി ആൻഡ് ദി എൻറ്റയർ ജോണർ. എനിക്ക് ഇത്രയും അപ്രീസിയേഷൻ ഞാനിപ്പോ 7 വർഷമായി സിനിമയിലുണ്ട്. എനിക്ക് ഇത്രയും ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് വരുന്ന മെസ്സേജസ് ആവട്ടെ, സിനിമ കണ്ടു ഒരുപാട് ചിരിച്ചു, ഫാമിലി ആയിട്ടാണ് പോയത്, എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, എന്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതൊക്കെ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് ഹലോ മമ്മി എന്നാണ്. അതുവരെ സീരിയസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് ഭയങ്കര സന്തോഷമാണ് ആ കേൾക്കുന്നത്. പിന്നെ തിയേറ്റേഴ്സിൽ പോയി ഫാമിലി ആയിട്ട് ഇരുന്ന് കാണുന്നത് ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്തത് ഇതിനകത്ത് ഞാൻ നമുക്ക് പ്രത്യേകതയുണ്ട്. അതായത് വീണ്ടും നിരത്തിലിടാൻ പറ്റത്തില്ല, നമുക്ക് ചേർത്ത് കൊണ്ട് വീട്ടിലിടാൻ പറ്റത്തില്ല. അതേപോലെ ഐശ്വര്യ മമ്മിക്ക് ഐശ്വര്യ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്ന സംഭവം എന്തായിരുന്നു? അപ്പൊ ഞാൻ ഇവിടെ പറയാൻ തുടങ്ങിയ കുറച്ച് സമയം എടുക്കുന്നു. ചെറുതായിട്ടൊക്കെ ഞങ്ങളിവിടെ ഞങ്ങൾ സംസാരിച്ചത് ഓഡിയൻസോട് ചെയ്തിരുന്നു നിങ്ങളുടെ അമ്മയ്ക്ക് എന്താണ് ആയിട്ടുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി ഇതാണ് ജോലിക്കുള്ള ഹീറോ അല്ലേ? വേറെ തന്നെ കഴിച്ചേ ഞാൻ ചെയ്യണം ഇത് ചെയ്തില്ലെങ്കിൽ അമ്മ വേണം എന്നുള്ളത് സത്യം പറഞ്ഞ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ അത് നന്നായിട്ട് വഴക്കമില്ല പുറം കഴിയുമാറുണ്ട്. പിന്നെ വേറെല്ലോ പിന്നെ വലിയ പ്രശ്നങ്ങളാണ്. അതിവിടെ പറയാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. 5 വർഷങ്ങളാണ് ഒരിക്കലും തീരാത്ത പ്രശ്നങ്ങളാണ്. തൽക്കാലം സാറിന് പ്രശ്നം ഭക്ഷണം